നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. ബഹ്റിനിൽ തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിച്ച പൊടിക്കാറ്റ് ഇടയ്ക്കിടെ തുടരുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ബഹ്റിൻ കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. പൊടിപടലങ്ങൾ കാരണം ദൃശ്യപരത കുറഞ്ഞ സാഹചര്യമാണ്. തണുപ്പിൽ നിന്ന് ചൂടിലേക്കുള്ള കാലാവസ്ഥാ മാറ്റത്തിന് മുന്നോടിയായാണ് പൊടിക്കാറ്റിന്റെ വരവ്. ഒരാഴ്ച വരെ കാറ്റ് തുടരാൻ സാധ്യത ഏറെയാണ്. റോഡിലെ കാഴ്ച വരെ മറയ്ക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും വാഹനയാത്രക്കാരും ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. അസാധാരണമായ കാലാവസ്ഥയിൽ തൊഴിലുടമകൾ ജാഗ്രത പാലിക്കണമെന്നും ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ബഹ്റിനിലെ പാലക്കാട്ടുകാരുടെ കുടുംബ കൂട്ടായ്മയായ പാലക്കാട് പ്രവാസി അസോസിയേഷനും പ്രമുഖ ട്രാവൽ കമ്പനിയായ അൽ സബീൽ ടൂർസും സംയുക്തമായി സംഘടിപ്പിച്ച വേൾഡ് ആർട്ട് ഡേ മത്സരത്തിലെ വിജയികളെ വേൾഡ് ആർട്ട് ദിനമായ ഏപ്രിൽ 15-ന് പ്രഖ്യാപിച്ചു. ജൂനിയർ, സീനിയർ എന്നീ വിഭാഗങ്ങളായി തരംതിരിച്ച മത്സരത്തിൽ 100-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പൂർണ്ണമായും ഓൺലൈനായാണ് മത്സരങ്ങൾ നടന്നത്. പ്രാഥമിക തിരഞ്ഞെടുക്കലുകൾക്ക് ശേഷം 50-ൽ പരം ചിത്രങ്ങളിൽ നിന്നും മുഖ്യ വിധികർത്താവ് സൗമി മുണ്ടൽ, ശാലിനി ദാമോദർ, പല്ലവി അനിൽ കുൽക്കാനി എന്നിവർ 6 വിജയികളെയാണ് തിരഞ്ഞെടുത്തത്. അസോസിയേഷൻ പ്രതിനിധികളായ ജയശങ്കർ, പ്രസാദ്, ഹർഷ പ്രദീപ് എന്നിവരുടെയും അൽസബീൽ പ്രതിനിധികളായ അജിത്, നിഷ, സാറ തുടങ്ങിയവരുടെയും സാന്നിധ്യത്തിൽ മുഖ്യ വിധികർത്താവ് സൗമി മണ്ഡലാണ് വിജയികളെ പ്രഖ്യാപിച്ചത്. എല്ലാ വിജയികൾക്കും ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും മറ്റ് സമ്മാനങ്ങളും ഏപ്രിൽ 18 വെള്ളിയാഴ്ച നടക്കുന്ന പാലക്കാട് പ്രവാസി അസോസിയേഷൻ വിഷു സംഗമത്തിൽ നൽകും. ഏപ്രിൽ 19 മുതൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും നൽകുന്ന സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും അൽസബീൽ ടൂർസ് ഓഫീസിൽ നിന്നും സ്വീകരിക്കാവുന്നതാണ് എന്നും ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. ലിൻസ മീഡിയയുടെ സഹകരണത്തോടെ ബഹ്റിനിൽ പൂർണ്ണമായും ചിത്രീകരിച്ച ഹ്രസ്വചിത്രമായ സ്റ്റാർസ് ഇൻ ദ ഡാർക്ക്നെസ് ഏപ്രിൽ 26-ന് തിരുവനന്തപുരത്ത് പ്രദർശിപ്പിക്കുന്നു. ഇടത്തൊടി ഫിലിംസിന്റെ ബാനറിൽ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് കേരളത്തിലെ പ്രമുഖ വ്യക്തികൾ ഉൾപ്പെടെയുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ മുന്നിൽ 2025 ഏപ്രിൽ 26-ന് പ്രദർശിപ്പിക്കും. ഏപ്രിൽ 4-ന് മനാമയിലെ എപ്പിക്സ് തിയേറ്ററിന്റെ 2 സ്ക്രീനുകളായി നിറഞ്ഞ സദസ്സിൽ കോൺവെക്സിന്റെ ലോഞ്ച് പാർട്ണർഷിപ്പിൽ പ്രദർശിപ്പിച്ച പ്രീമിയർ ഷോയിൽ ബഹ്റിൻ വിവിധ മേഖലകളിലെ പ്രമുഖരാണ് പങ്കെടുത്തത്. പ്രേക്ഷകരുടെ മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചത്. സമൂഹത്തിലെ നാനാതുറകളിലുള്ള സിനിമാ പ്രേമികളുടെ അഭ്യർത്ഥന മാനിച്ച് ചിത്രത്തിന്റെ തുടർന്നുള്ള പ്രദർശനങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പിന്നണി പ്രവർത്തകർ അറിയിച്ചു. ബഹ്റിൻ പ്രവാസിയായ ഗായികയും എഴുത്തുകാരിയുമായ ലിനി സ്റ്റാൻലി ചിത്രത്തിന്റെ രചനയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നു. വിനോദ് നാരായണൻ, സോഷ്യൽ മീഡിയയിൽ സജീവമായ സമിത എന്നിവർ മുഖ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നു. കൂടാതെ ബഹ്റിനിൽ നിന്നുമുള്ള 40-ലധികം ആർട്ടിസ്റ്റുകൾ വിവിധ വേഷങ്ങളിലും ഈ സിനിമയിൽ അഭിനയിക്കുന്നു. സൽമാനിയ കാനുഗാർഡനിൽ പ്രവർത്തിക്കുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയുടെ 2025-26 വർഷത്തെ ഭരണസമിതി നിലവിൽ വന്നു. കഴിഞ്ഞ ദിവസം സൊസൈറ്റിയിൽ നടന്ന വാർഷിക പൊതുയോഗത്തിൽ മുഖ്യ വരണാധികാരി കൂടിയായ കുടുംബാംഗം അനിൽ പിയുടെ സാന്നിധ്യത്തിൽ ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയുടെ നിലവിലെ ഭരണസമിതി അടുത്ത 2 വർഷത്തേക്ക് കൂടി തുടരാൻ തീരുമാനിച്ചു. 9-അംഗ ഭരണസമിതിയിൽ സനീഷ് കുറുമള്ളിൽ ചെയർമാൻ, സതീഷ് കുമാർ വൈസ് ചെയർമാൻ, ബിനുരാജ് രാജൻ ജനറൽ സെക്രട്ടറി, ദേവദത്തൻ അസിസ്റ്റന്റ് സെക്രട്ടറി, അജികുമാർ ട്രഷറർ, ശിവജി ശിവദാസൻ അസിസ്റ്റന്റ് ട്രഷറർ, രജീഷ് ശിവദാസൻ പബ്ലിക് റിലേഷൻ സെക്രട്ടറി, രഞ്ജിത് വാസപ്പൻ മെമ്പർഷിപ്പ് സെക്രട്ടറി, ബിനുമോൻ ചുങ്കപ്പാറ എന്റർടൈൻമെന്റ് സെക്രട്ടറി, കൂടാതെ അജിത് പ്രസാദ് ഇന്റേണൽ ഓഡിറ്ററായും ചുമതലകൾ ഏറ്റെടുത്ത ചടങ്ങിൽ സാമൂഹ്യ നന്മയും ജനോപകാരപ്രദവുമായ പരിപാടികളും വരും ദിവസങ്ങളിൽ നടപ്പാക്കുമെന്നും സാമൂഹ്യ വികസനത്തിന്റെയും കുടുംബാംഗങ്ങളുടെയും ഉന്നമനത്തിനു വേണ്ടി ദൌത്യം ഏറ്റെടുത്ത് സൊസൈറ്റിയെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ബഹ്റിനിലെ ക്രിസ്ത്യൻ ഗായകരുടെ സംഘമായ ഗ്രിഗോറിയൻ കോർട്സ് അവതരിപ്പിച്ച ഹെയ്ത്തോ എന്ന ഹാഷ ആഴ്ച ഗീതങ്ങളുടെ ആൽബം പുറത്തിറങ്ങിയിരിക്കുന്നു. ഫാദർ ജേക്കബ് ഫിലിപ്പ് ഈ സംഗീത ആൽബത്തിന് നേതൃത്വം നൽകി. പശ്ചാത്തല സംഗീതം ഷിനു സ്റ്റീവൻ നിർവഹിച്ച ആൽബത്തിൽ 20ഓളം ഗായകർ പങ്കെടുത്തിട്ടുണ്ട്. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays.
protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ജസ്റ്റിസ് BR ഗവായ് ഇന്ത്യയുടെ അടുത്ത ചീഫ് ജസ്റ്റിസ് ആകും. ഇത് സംബന്ധിച്ച് ശുപാർശ നിലവിലെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന കേന്ദ്രത്തിന് കൈമാറി. അടുത്ത മാസം 13-നാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വിരമിക്കുന്നത്. തൊട്ടടുത്ത ദിവസമാകും BR ഗവായ് ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്യുകയെന്നാണ് വിവരം. നവംബറിൽ വിരമിക്കുന്നതിനാൽ ജസ്റ്റിസ് ഗവായ് 6 മാസത്തേക്ക് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. 2007-ൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന KG ബാലകൃഷ്ണന് ശേഷം രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസ് സ്ഥാനം വഹിക്കുന്ന രണ്ടാമത്തെ ദളിത് വ്യക്തിയായിരിക്കും ഗവായ്. മുനമ്പം സമരസമിതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. 15-അംഗ സംഘമാണ് ഈസ്റ്ററിന് ശേഷം കൂടിക്കാഴ്ച നടത്തുക. കൂടിക്കാഴ്ചയ്ക്കായി പ്രധാനമന്ത്രിയുടെ ഓഫീസ് അനുമതി നൽകി. ഇന്ന് വൈകിട്ടോടെ തീയതി അറിയാൻ സാധിക്കുന്നതായിരിക്കും. മുനമ്പം ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ ആശങ്കകളും പ്രധാനമന്ത്രിയുമായി പങ്കുവയ്ക്കാനാണ് കൂടിക്കാഴ്ച നടത്തുക. 3 ആഴ്ചയ്ക്കുള്ളിൽ നിയമവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ നിലവിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും നിയമം കൊണ്ട് തങ്ങൾക്ക് പ്രയോജനമുണ്ടാകുമെന്നും മുനമ്പം ജനതയുടെ സമരം പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് ബോധ്യപ്പെടുത്തി അനുകൂലമായി ഉണ്ടാകുമെന്നും മുനമ്പം സമരസമിതി പ്രതിനിധി സിജി പറഞ്ഞു. ഏറെ പ്രതീക്ഷയോടെയാണ് പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നതെന്നും സമരസമിതി വ്യക്തമാക്കി. കേരളത്തിലെ ലഹരി വ്യാപനത്തിനെതിരെ വിപുലമായ ക്യാമ്പയിൻ നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർവ്വതലങ്ങളെയും സ്പർശിച്ചുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തും. മതമോ ജാതിയോ പാർട്ടിയോ ലഹരി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ന് നടന്ന മത സാമുദായിക യോഗത്തിലും സർവകക്ഷി യോഗത്തിലും എല്ലാവരും അകമഴിഞ്ഞ പിന്തുണ അറിയിച്ചെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ലഹരി വ്യാപനം തടയുകയാണ് പ്രധാനം. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുത്തു. ലഹരി ഉൽപ്പന്നങ്ങളെ ഏതെങ്കിലും മതമോ ജാതിയോ രാഷ്ട്രീയ പാർട്ടിയോ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ലഹരി വിരുദ്ധ ജാഗ്രത പുലർത്താൻ അവരവരുടെ അനുയായികളോട് അഭ്യർത്ഥിക്കാൻ തീരുമാനിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ ചൂടിനിയും ഉയരാൻ സാധ്യത. കൊല്ലം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെയും പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. കൊല്ലം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി വരെയാണ് ഉണ്ടാവുക. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. അതിനാൽ പൊതുജനങ്ങൾ എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കേണ്ടതാണ് എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.